ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ഓഫ് ജെഫെറ്റ് അല്ലേ. ബയസിങ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. ബയസിങ് എന്ന് വെച്ചാൽ എന്താ, ക്യൂ പോയിന്റ് സെറ്റിങ്ങിനാണ് നമ്മളെന്ത് ബയസിങ് എന്ന് പറയുന്നത് അല്ലേ. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ടും വോൾട്ടേജും സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബയസിങ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചെന്താണ്, പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് ഉപയോഗിച്ച് ബയസിങ് കൊടുക്കുന്നതിന് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് എന്ന് പറയുന്നത് അല്ലേ. അത് 2 റെസിസ്റ്റേഴ്സ് ഉണ്ടാവും, R1 R2 എന്ന് പറഞ്ഞാൽ 2 റെസിസ്റ്റേഴ്സ് വെച്ച് നമ്മൾ ബയസിങ് വോൾട്ടേജ് കൊടുത്ത് ഇതിനെ പ്രോപ്പറായിട്ട് അതിന് വേണ്ട ബയസ് കറണ്ടും ബയസ് വോൾട്ടേജും സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ഓഫ് BJT ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ഓഫ് ജെഫെറ്റ്. സെയിം മറ്റേ കൺസെപ്റ്റ് തന്നെ, BJTയിലുള്ള അതേ രീതി തന്നെയാണ് ഇവിടെ. BJTയിൽ നമ്മൾ എന്തായിരുന്നു, പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് R1 R2 ഉണ്ടായിരുന്നു, കളക്ടർ റെസിസ്റ്റൻസ് RC ഉണ്ടായിരുന്നു, എമിറ്റർ റെസിസ്റ്റൻസ് RE, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. പടം നോക്കിയാൽ നമുക്ക് അതേപോലെ തന്നെ മനസ്സിലാവും അല്ലേ. ഇവിടെ R1 R2ന് പകരം പേരൊന്ന് മാറ്റി RG1 RG2, R1 R2 എന്ന് പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ, ദ അറേഞ്ച്മെന്റ് കൺസിസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് RG1 ആൻഡ് RG2, പിന്നെ അവിടെ കളക്ടർ റെസിസ്റ്റൻസ് എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ അതിനെ പറഞ്ഞ ഇവിടുത്തെ 3 ടെർമിനൽസ് എന്താണ്, അവിടുത്തെ കളക്ടർ എമിറ്റർ ബേസിന് പകരം ഇവിടുത്തെ 3 ടെർമിനൽ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് RG1 RG2 ഉണ്ട്, പിന്നെ ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ഉണ്ട്, പിന്നെ സോഴ്സ് റെസിസ്റ്റൻസ് RS, പിന്നെ അവിടെ കളക്ടർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു അല്ലേ. CE എന്ന് പറഞ്ഞ കളക്ടർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, സോറി എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ അതിന് പകരം സോഴ്സ് ബൈപ്പാസ് കപ്പാസിറ്റർ CS ആണ്. അപ്പോൾ പടത്തിലപ്പോൾ നോക്കിയാൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ഉണ്ട്, സോഴ്സ് റെസിസ്റ്റൻസ് RS ഉണ്ട്, സോഴ്സ് ബൈപ്പാസ് കപ്പാസിറ്റർ CS ഉണ്ട്, പിന്നെ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് RG1 RG2 ഉണ്ട്, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CIN ഉണ്ട്, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ Cout ആണ് അല്ലേ. The resistors RG1 and RG2 form a potential divider across the supply voltage VDD, and the voltage V2, that is the voltage across RG2, provides the necessary biasing required for the JFET. അപ്പം ഈ R2 അല്ലെങ്കിൽ RG2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മുടെ ഗേറ്റ് സോഴ്സ് VGS കൊടുത്ത് നമ്മുടെ JFETനെ ബയസ് ചെയ്ത് നിർത്തുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇക്വേഷൻസ് നോക്കാമല്ലോ. നമുക്ക് എന്താണ് ബയസിങ് വഴി നമ്മൾ കണ്ടുപിടിക്കുക, എന്താണ് ഡ്രെയിൻ കറണ്ടും ഗേറ്റ് സോഴ്സ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ. Here the gate is reversed bias so that IG is equal to 0 and the gate voltage അപ്പോൾ എന്തുമായിരിക്കും, ഗേറ്റ് വോൾട്ടേജ് VG is equal to, നമുക്ക് VG എന്ന് പറയുന്നതാണ് നമ്മുടെ V2 എന്ന് പറഞ്ഞു, VG is equal to V2 is equal to VDD divided by RG1 plus RG2 into RG2. അതായത് എന്താണ്, പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് ആണ് അല്ലേ. പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് RG1 RG2 ഉണ്ട്. അതിൽ RG2 അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും, RG2 ഡിവൈഡഡ് ബൈ RG1 പ്ലസ് RG2 ഇൻറ്റു സപ്ലൈ വോൾട്ടേജ് VDD ചെയ്ത് നമുക്ക് എന്ത് വേണം, RG2 അക്രോസ് ഉള്ള വോൾട്ടേജ്, അതാണ് VG അല്ലെങ്കിൽ V2 എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS എങ്ങനെ കണ്ടുപിടിക്കും, VGS ഈസ് ഈക്വൽ ടു VG മൈനസ് VS ആണ്. VS എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, RS അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ISRS അല്ലേ. therefore VGS ഈസ് ഈക്വൽ നമുക്ക് എഴുതാം VG minus ID into RS എന്ന് എഴുതാം അല്ലെ. The circuit is so designed such that ID into RS is having a larger value so that VGS എന്തുമായിരിക്കും, so that VGS is always നെഗറ്റീവ് ആയിരിക്കും അല്ലെ. VGS നെഗറ്റീവ് ആയിട്ട് ഇരുന്നാൽ മാത്രം നമുക്ക് ട്രാൻസിസ്റ്റർ JFETനെ ബയസ് ചെയ്ത് നിർത്താൻ പറ്റും അല്ലെ. This provides the correct bias voltage for the JFET and hence the Q point അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് എങ്ങനെയാണ്, ID is equal to നമുക്ക് പറയാം ID2 is equal to V2 minus VGS by RS and also VDS is equal to VDD minus ID into RD plus RS. അപ്പോൾ ഇതാണ് IDയും VDSും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ഓഫ് JFET എന്ന് പറയുന്നത്. ബയസിങ് വെച്ച് നമ്മൾ IDയും VDSും കണ്ടുപിടിച്ചു. യൂഷ്വലി ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കത്തില്ല, പക്ഷേ ഈ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും അല്ലേ. പ്രോബ്ലംസിൻ്റെ അകത്തൊക്കെ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം നോക്കിയേ. ഗിവൺ ദാറ്റ് ഡിസൈൻ എ സെൽഫ് ബയസ് നെറ്റ്വർക്ക് യൂസിങ് എ JFET ട്രാൻസിസ്റ്റർ വിത്ത് IDSS is equal to 8 milliampere, VP is equal to minus 6 volt and having a Q point at IDQ is equal to 4 milliampere using a supply of 14 volt. Assume that RD is equal to 3 times RS and use standard values.
അപ്പോൾ ക്വസ്റ്റനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഐ ഡി ക്യൂ പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡി തന്നിട്ടുണ്ട്. ഐ ഡി ക്യൂ ഇസ് ഈക്വൽ ടു 4 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. ദെൻ ഐ ഡി എസ് എസ് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ സോഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഐ ഡി എസ് എസ് ഇസ് ഈക്വൽ ടു 8 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഡ്രെയിൻ കറണ്ട് ഐ ഡി ഇസ് ഈക്വൽ നമുക്കറിയാം ഐ ഡി എസ് എസ് ഇൻറ്റു 1 മൈനസ് വി ജി എസ് ബൈ വി പി ദി ഹോൾ സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പോൾ ക്യൂ പോയിന്റുമായിട്ട് സെറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളതിനെ ഐ ഡി ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഐ ഡി ക്യൂ ഇസ് ഈക്വൽ ഐ ഡി എസ് എസ് ഇൻറ്റു 1 മൈനസ് വി ജി എസ് ക്യൂ ബൈ വി പി ദി ഹോൾ സ്ക്വയർ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് വി ജി എസ് ക്യൂ കണ്ടുപിടിക്കാമല്ലോ. വി ജി എസ് ക്യൂ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ വി ജി എസ് ക്യൂ ഇസ് ഈക്വൽ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്തോ കിട്ടും? വി പി ഇൻറ്റു 1 മൈനസ് റൂട്ട് ഓഫ് ഐ ഡി ക്യൂ ബൈ ഐ ഡി എസ് എസ് എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വി ജി എസ് ഈക്വൽ ടു എത്ര കിട്ടും? വി ജി എസ് കറസ്പോണ്ടിങ് ടു ക്യൂ പോയിന്റ് വി ജി എസ് ക്യൂ ഈക്വൽ 1.76 വോൾട്ട് എന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? ആർ എസ്, ആർ ഡി, ആർ ജി ഒക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. ആർ എസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആർ എസ് ഈസ് ഈക്വൽ ടു വി ജി എസ് ക്യൂ ഡിവൈഡഡ് ബൈ ഐ ഡി ക്യൂ അല്ലേ. ആർ എസ് എന്ന് പറഞ്ഞാൽ വി ജി എസ് ഡിവൈഡഡ് ബൈ ഐ ഡി ആണ് അല്ലെ. ഐ ഡി ഇൻറ്റു ആർ എസ് ആണ് വി ജി എസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം വി ജി എസ് ഡിവൈഡഡ് ബൈ ഐ ഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ എസ് കിട്ടും. ആർ എസ് ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 440 ഓംസ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 470 ഓം. സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 470 ഓം കിട്ടും. അതേപോലെ തന്നെ ഡ്രെയിൻ റെസിസ്റ്റൻസ് ആർ ഡി എങ്ങനെ കിട്ടും? ക്വസ്റ്റ്യൻ എന്താണ്? ആർ ഡി ഇസ് ഈക്വൽ ടു 3 ടൈംസ് ആർ എസ് ആണ് തന്നിട്ടുണ്ടല്ലേ. 3 ഇൻറ്റു 440 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആർ ഡി കിട്ടും. ആർ ഡി ഇസ് ഈക്വൽ ടു 3 ടൈംസ് ആർ എസ് ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.2 കിലോ ഓം കിട്ടും. നെക്സ്റ്റ് ഗേറ്റ് റെസിസ്റ്റൻസ് ആർ ജി 1 ആർ ജി 2 അല്ലെങ്കിൽ ആർ ജി നമുക്ക് എന്ത് വേണം? ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ആസ് 1 മെഗാ ഓം എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം therefore the self bias circuit has source resistance RS is equal to 470 ohm, RD is equal to 1.2 kilo ohm and RG is equal to 1 mega ohm. ഓക്കെ, ഇതേപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. A JFET amplifier with a stabilized biasing circuit shown in figure has device parameters VP is equal to minus 2 volt, IDSS is equal to 5 milliampere, RL load resistance RL is equal to 910 ohm, source resistance RS is equal to 2.29 kilo ohm, R1 is equal to 12 mega ohm, R2 is equal to 8.57 mega ohm, and source supply voltage VDD is equal to 24 volt. Find the value of drain current ID at the operating point. Also verify that the FET is operating in the pinch off region. അല്ല, അപ്പം ഒരു സെൽഫ് ബയസ് നെറ്റ്വർക്ക്, സെൽഫ് ബയസ് സർക്യൂട്ടിലുള്ള ഒരു JFETന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പറഞ്ഞേക്കുന്നത് എന്താണ്? ഡ്രെയിൻ ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള ഡ്രെയിൻ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ. ക്യൂ പോയിന്റിലുള്ള ഡ്രെയിൻ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മൾ എന്ത് വെരിഫൈ ചെയ്യണം? ഈ ട്രാൻസിസ്റ്റർ, ഈ FET എന്താണ്? പിഞ്ച് ഓഫ് റീജിയനിലാണ് അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണം. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെ തന്നിരിക്കുന്നത്? VDD ഈസ് ഈക്വൽ ടു 24 വോൾട്ട് തന്നിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് RL ഈസ് ഈക്വൽ ടു 910 ഓംസ് തന്നിട്ടുണ്ട്. സോഴ്സ് റെസിസ്റ്റൻസ് RS ഈസ് ഈക്വൽ 2.29 കിലോ ഓം തന്നിട്ടുണ്ട്. IDSS 5 മില്ലി ആംപിയർ, പിഞ്ച് ഓഫ് വോൾട്ടേജ് VP ഈസ് ഈക്വൽ മൈനസ് 2 വോൾട്ട്, R1 12 മെഗാ ഓം, R2 8.57 മെഗാ ഓം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ID, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡ്രെയിൻ കറണ്ട് അറ്റ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. ID കണ്ടുപിടിക്കണം. ID കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ID ഈസ് ഈക്വൽ, നമുക്കറിയാം ID ഈസ് ഈക്വൽ എന്താണ്? IDSS ഇൻറ്റു 1 മൈനസ് VGS ബൈ VP ദി ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് IDSS ഉണ്ട്, VP ഉണ്ട്, VGS ഉണ്ടോ? VGS ഇല്ല. VGS എങ്ങനെ കണ്ടുപിടിക്കാം? VGS ഈസ് ഈക്വൽ ടു VG മൈനസ് ID ഇൻറ്റു RS ആണ് അല്ലേ. അപ്പം ID ഉണ്ട്, ID ഉണ്ടോ? ഇല്ല. ID നമുക്ക് കണ്ടുപിടിക്കണം. RS ഉണ്ടോ? RS ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? RS തന്നിട്ടുണ്ട് 2.29 കിലോ ഓം തന്നിട്ടുണ്ട്. ഓക്കെ, IDSS തന്നിട്ടുണ്ട്. IDSS ഈസ് ഈക്വൽ ടു 5 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. ID ഇല്ല. VG ഇല്ല. VG എങ്ങനെ കണ്ടുപിടിക്കാം? VG ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ നോക്കി. VG ഈസ് ഈക്വൽ ടു, VG എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് R2 അക്രോസ് വരുന്ന വോൾട്ടേജാണ് VG അല്ലെങ്കിൽ V2 എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VDD ചെയ്താൽ മതി അല്ലേ. R2 ഉണ്ട്, R1 ഉണ്ട്, VDD ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? VG കിട്ടും. VG ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 10 വോൾട്ട് എന്ന് കിട്ടും. അതെടുത്ത് നമ്മൾ VGSന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കൊന്ന് VGS ഈസ് ഈക്വൽ ടു 10 മൈനസ് 2.29 ഇൻറ്റു 10 റേസ് ടു 3 ID എന്ന് കിട്ടും അല്ലേ.
അപ്പം വി ജി എസിന് പകരം നമ്മൾ ഐ ഡിയുടെ ഇക്വേഷനിൽ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ദാറ്റ് ഈസ് ഐ ഡി ഈസ് നമുക്കറിയാം ഐ ഡി എസ് എസ് ഇൻറ്റു 1 മൈനസ് വി ജി എസ് ബൈ വി പി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ വി ജി എസിന് പകരം 10 മൈനസ് 2.29 × 10⁻³ ഐ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ ആയിട്ടാണ് കിട്ടും അല്ലേ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.005 ഇൻറ്റു 6 മൈനസ് 1145 ഐ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ? സോൾവ് ചെയ്ത് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ഐ ഡി ഈസ് ഈക്വൽ ടു 4.46 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഐ ഡി ഈസ് ഈക്വൽ ടു 4.46 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യന് പറഞ്ഞ എന്താണ്? ഐ ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞു. എവിടുത്തെ ഐ ഡി കണ്ടുപിടിക്കാനും പറഞ്ഞേ? ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള ഐ ഡി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള ഐ ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പം നമുക്ക് ജനറലി ഉള്ള ഒരു ഐ ഡി കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ജി എസ് കണ്ടുപിടിച്ച വി ജി എസ് ഈസ് ഈക്വൽ നമുക്ക് എന്താണ്? വി ജി എസ് ഈസ് ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ് ആണ് അല്ലേ? അപ്പോൾ വി ജി എസ് കിട്ടി അല്ലേ? ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വി ജി എസ് ഇട്ട് ആ വി ജി എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡി കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും? ഐ ഡി ഈസ് ഈക്വൽ ടു വി ജി മൈനസ് വി ജി എസ് ഡിവൈഡഡ് ബൈ ആർ എസ് അല്ലേ? നമ്മുടെ സർക്യൂട്ടിൽ കൊടുത്താലുള്ള വാല്യൂ വെച്ച് കണ്ടുപിടിക്കുക. ഐ ഡി ഈസ് ഈക്വൽ ടു വി ജി മൈനസ് വി ജി എസ് ബൈ ആർ എസ്. വി ജി ഈസ് ഈക്വൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണ്? 10 വോൾട്ട്. അതേ മൈനസ് വി ജി എസ് എത്ര കണ്ടുപിടിച്ചു? മൈനസ് 0.2134 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 4.46 മില്ലി ആംപിയർ എന്ന് കിട്ടി. ഈ ഐ ഡി തന്നെയാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഐ ഡി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് ഐ ഡി ഈസ് ഈക്വൽ ടു 4.46 മില്ലി ആംപിയർ. വി ഫൈൻഡ് ദാറ്റ് ദി വാല്യൂ ഓഫ് ഐ ഡി at the operating point is almost equal to the previously computed value of ID അല്ലേ? അപ്പം നേരത്തെ കണ്ടുപിടിച്ച ഐ ഡിയും ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള ഐ ഡിയും സെയിം ആണ്. എന്ന് വെച്ചാൽ ഐ ഡി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? ഐ ഡി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ആ എഫ് ഇ ടി ഏത് റീജിയനിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്? ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പിഞ്ച് ഓഫ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? therefore it is verified that the FET is operating in the പിഞ്ച് ഓഫ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക. ഇക്വേഷൻസ് വെച്ച് പല രീതിയിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫയർ. കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫൈക്കുന്ന കോൺഫിഗറേഷനാണ് കോമൺ സോഴ്സ്. കോമൺ സോഴ്സ് കോൺഫിഗറേഷൻ ഈസ് ജനറലി യൂസ്ഡ് ബിക്കോസ് it provides high input impedance and good voltage gain and moderate output impedance. യൂഷ്വലി നമ്മൾ കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫയർ ആണ് നമ്മൾ ആപ്ലിക്കേഷൻസിലെല്ലാം യൂസ് ചെയ്യുന്നത്. കോമൺ സോഴ്സ് കോൺഫിഗറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? അതിന് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട്, മോഡറേറ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇറ്റ് പ്രൊവൈഡ്സ് എ ഗുഡ് വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കോമൺ സോഴ്സ് ആംപ്ലിഫയർ കോൺഫിഗറേഷനാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത്. പടം നോക്കിയേ, കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് എന്താണ്? സോഴ്സ് റെസിസ്റ്റൻസ് ആർ എസ് ഉണ്ട്, ഡ്രെയിൻ റെസിസ്റ്റൻസ് ആർ ഡി ഉണ്ട്, ഗേറ്റ് റെസിസ്റ്റൻസ് ആർ ജി ഉണ്ട്, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ സി ഇൻ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ സി ഔട്ട്, പിന്നെ സോഴ്സ് ബൈപ്പാസ് കപ്പാസിറ്റർ സി എസ്, എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ. ഓക്കെ, അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ്. അനാലിസിസ് എന്താണ് പറഞ്ഞത്? അതിൻ്റെ അകത്തുനിന്നുള്ള പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കുകയാണ് അല്ലേ? എന്തൊക്കെ പാരാമീറ്റർ? ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, വോൾട്ടേജ് ഗെയിൻ, അങ്ങനെയൊക്കെയുള്ള പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫയർ. അപ്പോൾ അനാലിസിസ് ഓഫ് എ കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫയർ നമ്മൾ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം അല്ലേ? Therefore, the first step in AC analysis of a common source amplifier is to draw the AC equivalent circuit. AC equivalent circuit എങ്ങനെ വരയ്ക്കുന്നത്? AC equivalent circuit is drawn by replacing all the capacitors with short circuits and reducing the DC supply voltage to 0. അപ്പം AC equivalent circuit വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള കപ്പാസിറ്റൻസിനെ എല്ലാം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ DC സപ്ലൈ എല്ലാം നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ? DC വോൾട്ടേജസ് ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത്? AC equivalent circuit. AC equivalent circuit ഓഫ് എ കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കാണിച്ചേക്കുന്നത് നമുക്ക് എന്തുകൊണ്ട്? ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ഉണ്ട്, അതെങ്ങോട്ട് വരുന്നു? നമ്മുടെ ആർ ജിക്ക് അക്രോസ് ആയിട്ട് വരുന്നു. അതാണ് നമ്മുടെ
ഗേറ്റ് സോഴ്സിന് അക്രോസ് ആയിട്ട് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പം അത് വി ഇന്ന് ആർ ജിക്ക് പാരലായിട്ട് വരയ്ക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ എന്തുകൊണ്ട് നമ്മൾ ഇക്വലൻസ് സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ എന്തോ പറഞ്ഞേക്കുന്നത് മൈനസ് ജി എം ഇൻറ്റു വി ഇന്ന്, പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ അതായത് എഫ് ഇ ടിയുടെ ഡ്രെയിൻ റെസിസ്റ്റൻസ് അതാണ് നമ്മൾ സ്മോൾ ആർ ഡി ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ആർ ഡി സ്മോൾ ആർ ഡി, പിന്നെ നമ്മൾ സർക്യൂട്ടിൽ എക്സ്റ്റേണലി കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ഡി, ആൻഡ് അതിന് പാരലായിട്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ. ഇത്രയും കാര്യങ്ങളാണ് എ സി ഇക്വലൻസ് സർക്യൂട്ട് ഓഫ് കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫയറിലുള്ള. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻപുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻ ആൻ ഐഡിയൽ ജെഫെറ്റ് ആംപ്ലിഫയർ RGS, in an ideal JFET, RGS എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേറ്റ് സോഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ the gate source resistance is infinite because IG is equal to 0. അല്ല, അപ്പോൾ ഗേറ്റ് സോഴ്സ് റെസിസ്റ്റൻസ് ഒരു ഐഡിയൽ ജെഫെറ്റിൽ RGSൽ ഇൻഫൈനറ്റ് വാല്യൂ ആണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഇൻഫൈനറ്റ് അല്ല, അതിനൊരു വാല്യൂ കാണും, പക്ഷേ ഭയങ്കര കൂടുതലായിരിക്കും. ബട്ട് ഇൻ ആക്ച്വൽ കേസസ് RGS ഈസ് നോട്ട് ഇൻഫൈനറ്റ് ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹൈ ഇൻ ദി ഓർഡർ ഓഫ് 100 മെഗാ ഓം ഓർ സോ. അല്ലെ, അങ്ങനെയാണെങ്കിൽ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സർക്യൂട്ട് ഇക്വലന്റ് സർക്യൂട്ട് നോക്കുവാണെങ്കിൽ ആർ ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആർ ജി പാരലൽ ടു ഈ RGS ആണ് വരുന്നത് അല്ലേ. അപ്പം ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിന് ഇൻപുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ഗേറ്റ് റെസിസ്റ്റൻസ് ഏതിന് പാരലായിട്ട് വരുന്നു? നമ്മുടെ ഗേറ്റ് സോഴ്സ് റെസിസ്റ്റൻസ്, ട്രാൻസിസ്റ്ററിന്റെ FETയുടെ ഗേറ്റ് സോഴ്സ് JFETന്റെ ഗേറ്റ് സോഴ്സ് റെസിസ്റ്റൻസിന് പാരലായിട്ട് വരുന്നു. നമുക്കറിയാം ഒരു ചെറിയ വാല്യൂ റെസിസ്റ്റൻസും വലിയ വാല്യൂ റെസിസ്റ്റൻസും പാരൽ ചെയ്താൽ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എപ്പോഴും എന്തുമായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ദി സ്മോൾ വാല്യൂ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുവാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി കൊടുത്തേക്കുന്ന RG നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ JFETന്റെ ഗേറ്റ് സോഴ്സ് റെസിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തുമായിരിക്കും? RG ആയിരിക്കും. ദറ്റ് ഈസ് Z in അല്ലെങ്കിൽ R in ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു RG. നെക്സ്റ്റ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ഔട്ട്പുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കിംഗ് ഇൻ ടു ദി ഡ്രെയിൻ ആൻഡ് സോഴ്സ് ടെർമിനൽ ദി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി JFET ഈസ് എന്താണ്? ലാർജ് ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ആണ്. അപ്പം ഔട്ട്പുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി JFET ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡ്രെയിൻ റെസിസ്റ്റൻസ് ഓഫ് ദി JFET സ്മോൾ RD ആണ്. ആ സർക്യൂട്ടിന്റെ മൊത്തത്തിൽ എടുക്കുമ്പോൾ എന്താണ്? ZD ഈസ് ദി ഡിവൈസ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ആൻഡ് ദി സർക്യൂട്ട് ഔട്ട്പുട്ട് ഇംപിഡൻസ് എങ്ങനെ കിട്ടും? The circuit output impedance is taken by considering the parallel resistance, externally connect ചെയ്തേക്കുന്ന parallel resistance RDയും കൂടെ കൺസിഡർ ചെയ്യണം. Therefore the Z out എന്ന് പറഞ്ഞാൽ എന്താ പറയുക? Z out is equal to capital RD parallel to ZD ആണ് അല്ലെ. ZD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആ JFETന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അതായത് സ്മോൾ RD, ദറ്റ് ഈസ് ക്യാപിറ്റൽ RD പാരലൽ ടു സ്മോൾ RD വരും. യൂഷ്വലി നമുക്കറിയാം JFETന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർ ടു എക്സ്റ്റേണലി കണക്ട് ചെയ്തേക്കുന്ന RD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി ഹൈ ആണ്. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസ് വരും, സ്മോൾ വാല്യൂ റെസിസ്റ്റൻസും ഹൈ വാല്യൂ റെസിസ്റ്റൻസും പാരൽ ചെയ്താൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ വാല്യൂവിനെക്കാട്ടിൽ കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്തുമായിരിക്കും? Z out അല്ലെങ്കിൽ R out എന്ന് പറഞ്ഞാൽ Z out ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ക്യാപിറ്റൽ RD ആയിരിക്കും. നെക്സ്റ്റ്, ഇപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയി. നെക്സ്റ്റ് എന്താണ്? വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? V out by V in ആണ് അല്ലെ. വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു V out by V in. V out എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയേ, V out എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് RL അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. ഈ RL അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ കറണ്ടിന്റെ അവിടുത്തെ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഡ്രെയിൻ കറണ്ട് മാത്രമേ ഉള്ളൂ, ID ഉണ്ട്. ID ഈ മൂന്ന് റെസിസ്റ്റൻസിലോട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത്, അതായത് സ്മോൾ RD, ക്യാപിറ്റൽ RL ഈ മൂന്ന് റെസിസ്റ്റൻസിനോട്ട് സ്പ്ലിറ്റ് ആയി പോവാണ്. അപ്പോൾ ഈ മൂന്ന് റെസിസ്റ്റൻസിന്റെ ഇക്വലന്റ് കണ്ടുപിടിച്ചിട്ട് ID കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തോട്ട് അവിടുത്തെ വോൾട്ടേജ് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് V out ഈസ് ഈക്വൽ ടു ID ഇൻറ്റു എന്താണ്? സ്മോൾ RD പാരലൽ ടു ക്യാപിറ്റൽ RD പാരലൽ ടു RL. ദാറ്റ് ഈസ് V out ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ID ഇൻറ്റു RD പാരലൽ ടു RL എന്ന് കിട്ടും. നമുക്കറിയാം ഡ്രെയിൻ കറണ്ട് ID ഈസ് ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു V in ആണെന്നറിയാം അല്ലെ. ദാറ്റ് ഈസ് V out ഈസ് ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു V in ഇൻറ്റു സ്മോൾ RD പാരലൽ ടു ക്യാപിറ്റൽ RD പാരലൽ ടു RL ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു V out ബൈ V in ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ഈ V in ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്തോ കിട്ടും? ദാറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു
സ്മോൾ ആർ ഡി പാരലൽ ടു ക്യാപിറ്റൽ ആർ ഡി പാരലൽ ടു ആർ എൽ എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. അതായത് ഡ്രെയിൻ റെസിസ്റ്റൻസ് ഓഫ് ദി ജെഫെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് റെസിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യും, ആ സ്മോൾ ആർ ഡിയെ നെഗ്ലക്ട് ചെയ്യാം അല്ലേ. ദെയർഫോർ വോൾട്ടേജ് ഗെയിൻ എ വി ഈക്വൽ മൈനസ് ജി എം ഇൻറ്റു ക്യാപിറ്റൽ ആർ ഡി പാരലൽ ടു ആർ എൽ എന്ന് പറയും. ഈ മൈനസ് സൈൻ എന്തിനാണ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് സൈൻ കൊടുത്തേക്കുന്നത്. ദെയർഫോർ നമുക്ക് എന്ത് കിട്ടി, ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ജി എന്ന് കിട്ടി. ഇസഡ് ഔട്ട് ഈസ് ഈക്വൽ ടു ആർ ഡി പാരലൽ ടു ആർ ഡി എന്ന് കിട്ടി, അല്ലെങ്കിൽ ഇസഡ് ഔട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഡി എന്ന് കിട്ടി. അതേപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ആർ ഡി പാരലൽ ടു ആർ എന്ന് കിട്ടി. അതായത് കോമൺ സോഴ്സ് ജെഫെറ്റ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, വോൾട്ടേജ് ഗെയിൻ, ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വരും. നെക്സ്റ്റ് എന്ന് പറയുന്ന അനാലിസിസ് ഓഫ് കോമൺ ഡ്രെയിൻ ജെഫെറ്റ് ആംപ്ലിഫയർ. കോമൺ ഡ്രെയിൻ ജെഫെറ്റ് ആംപ്ലിഫയർ, അതായത് കോമൺ ആയിട്ടിരിക്കുന്ന, അപ്പോൾ എന്താണ്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരുന്നത് ഡ്രെയിൻ ടെർമിനലാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. ഇൻ ദിസ് ദി കോമൺ ടെർമിനൽ ഈസ് ദി drain and is also known as a source follower, and the output voltage is developed across the source resistance Rs, and the external load resistance RL is connected to the source terminal through a coupling capacitor C2, and the gate bias voltage Vg is Vg is derived from the source voltage VDD by means of potential divider circuit R1 and R2, and is also noted that there is no drain resistance RD, and also there is no source bypass capacitor CS in the circuit അല്ല. അപ്പോൾ അറേഞ്ച്മെന്റ് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റേൽ നിന്ന് എന്ത് വ്യത്യാസമുണ്ട്, ഇവിടെ നമുക്ക് ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ഇല്ല, അതേപോലെ തന്നെ സോഴ്സ് ബൈപ്പാസ് കപ്പാസിറ്റർ CS ഇല്ല അല്ലേ. എക്സ്റ്റേണൽ ലോഡ് എവിടെ കൊടുത്തേക്കുന്നത്, RSന് അക്രോസ് കൊടുത്തേക്കുന്നു, പോകുന്ന വഴിയിൽ എന്താണ്, ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ C2 വഴി കൊടുത്തിട്ടുണ്ട്. അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ അതിൻ്റെ AC ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കണം. AC ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, കപ്പാസിറ്റേഴ്സ് വരുന്നതിനെല്ലാം നമ്മൾ ഷോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, DC വോൾട്ടേജ് വരുന്നതെല്ലാം സീറോ ആക്കുക അല്ലെങ്കിൽ ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ AC ഇക്വലൻസ് സർക്യൂട്ട് വരച്ചാൽ എങ്ങനെ കിട്ടും, വി ഇൻ വരുന്ന അതിന് പാരലായിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് R1 R2 പാരലൽ കോമ്പിനേഷൻ വരുന്നു. നെക്സ്റ്റ് ഔട്ട്പുട്ട് സൈഡിൽ എന്തൊക്കെയുണ്ട്, GM ഇൻറ്റു VGS. നെക്സ്റ്റ് സോഴ്സ് ഡ്രെയിൻ റെസിസ്റ്റൻസ്, ട്രാൻസിസ്റ്ററിൻ്റെ ജെഫെറ്റിൻ്റെ ഡ്രെയിൻ റെസിസ്റ്റൻസ് സ്മോൾ RD വരുന്നു. അതിന് പാരലായിട്ട് നമ്മൾ എന്താ വരയ്ക്കുന്നു, എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്യുന്ന സോഴ്സ് റെസിസ്റ്റൻസ് RSന് പാരലായിട്ടാണ് നമ്മൾ RL വെച്ച് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നമുക്കുള്ള, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, വോൾട്ടേജ് ഗെയിൻ, ഇത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് ഇംപിഡൻസ് നോക്കി ഇൻപുട്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്, റെസിസ്റ്റൻസ് R1 R2ൻ്റെ പാരലൽ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻ അല്ലെങ്കിൽ RG ഈസ് ഈക്വൽ ടു R1 പാരലൽ ടു R2 എന്ന് പറയാം. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഇംപിഡൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് RS ഉണ്ട്, RD ഉണ്ട്. RSൻ്റെയും RDയുടെയും പാരലൽ കോമ്പിനേഷൻ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈസിൻ്റെ ജെഫെറ്റിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസും കൂടെ കയറി വരും അല്ലേ. ഇൻ കോമൺ ഡ്രെയിൻ സർക്യൂട്ട് എനി വേരിയേഷൻസ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അഫക്ട് ദി ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS, ആൻഡ് VGS ഈസ് ഗിവൺ ബൈ എങ്ങനെ പറയാം, VGS ഈസ് ഈക്വൽ ടു നമുക്ക് VGS എങ്ങനെ വരും, ഏതിന് അക്രോസ് ആണ് നമ്മൾ എടുക്കുന്നത്, RGSന് അക്രോസ്, ദാറ്റ് ഈസ് RGS ഡിവൈഡഡ് ബൈ RGS പ്ലസ് മറ്റേ രണ്ടിൻ്റെ പാരലൽ കോമ്പിനേഷൻ RS പാരലൽ ടു RG അല്ല, RGS ബൈ RGS പ്ലസ് RS പാരലൽ ടു RG ഇൻറ്റു വി ഔട്ട് ആണ് അല്ലേ. നോർമലി നമുക്കറിയാം RGS എന്ന് പറഞ്ഞാൽ ഗേറ്റ് സോഴ്സ് റെസിസ്റ്റൻസ്, RGS എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റ് രണ്ട് പാരലൽ കോമ്പിനേഷനെക്കാട്ടിൽ വളരെ കൂടുതലാണ് അല്ലേ. RGS എന്ന് പറഞ്ഞാൽ RGS ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ RS പാരലൽ ടു RG ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് VGS എന്തെന്ന് പറയാം, VGS ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ഔട്ട് എന്ന് പറയാമല്ലോ അല്ലേ. കാരണം RS പാരലൽ ടു RGS വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ RGS ഡിവൈഡഡ് ബൈ RS പാരലൽ ടു RG പ്ലസ് RGS എന്ന് പറഞ്ഞാൽ നമുക്ക് 1 എന്ന് എടുക്കാം.
അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ജി എസ് ഈസ് ഈക്വൽ ടു വി ഔട്ട് എന്ന് പറയാമല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഐ ഡി ഈസ് ഈക്വൾ നമുക്കറിയുന്നത് ഐ ഡി ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു വി ജി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജെഫെറ്റിൻ്റെ ഇംപിഡൻസ്, സോഴ്സ് ഇംപിഡൻസ് ഇസഡ് എസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇസഡ് എസ് എന്ന് പറഞ്ഞാൽ വി ഔട്ട് ബൈ ഐ ഡി ആണ്. വി ഔട്ട് ബൈ ഐ ഡി. വി ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? വി ജി എസ് ആണ്. അതേപോലെ തന്നെ ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ജി എം ഇൻറ്റു വി ജി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ വി ജി എസും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇസഡ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസഡ് എസ് ഇസ് ഈക്വൽ ടു 1/GM എന്ന് കിട്ടും അല്ലെ? ഇസഡ് എസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇംപിഡൻസ് ഓഫ് ദി ജെഫെറ്റ് ആണ്. നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കും? സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെഫെറ്റിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് പാരലൽ ടു ഡ്രെയിൻ റെസിസ്റ്റൻസ് സ്മോൾ ആർ ഡി പാരലൽ ടു ക്യാപിറ്റൽ ആർ എസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഡ്രെയിൻ റെസിസ്റ്റൻസ് ഓഫ് ദി ജെഫെറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ് അല്ലേ? അപ്പോൾ ഈ പാരലൽ കോമ്പിനേഷൻ നമുക്ക് ആ വെരി ഹൈ ഡ്രെയിൻ റെസിസ്റ്റൻസ് നമുക്കങ്ങ് നിഗ്ലക്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ? കാരണം നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനെക്കാട്ടിൽ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്മോൾ ആർ ഡി നിഗ്ലക്ട് ചെയ്തു. ദെർഫോർ നമ്മുടെ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇസഡ് ഔട്ട് ഈസ് ഈക്വൽ എന്താണ്? ഇസഡ് ഔട്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എസ് പാരലൽ ടു ഇസഡ് എസ് ആണ്. ഇസഡ് എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/GM ആണ്. ദെർഫോർ ഇസഡ് ഔട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ആർ എസ് പാരലൽ ടു 1/GM. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു R1 പാരലൽ ടു R2 ഇ ടി. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇസഡ് ഔട്ട് ഈസ് ഈക്വൽ ടു ആർ എസ് പാരലൽ ടു 1/GM. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് ആയി ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇനിയുള്ള എന്താണ്? നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള എന്താണ്? വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? വി ഔട്ട് ബൈ വി ഇൻ. വി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വോൾട്ടേജ് ആണ്. RL അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. RL അക്രോസ് വരുന്ന വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി അല്ലേ? നമുക്ക് പക്ഷേ ലോഡ് കറണ്ട് അറിയത്തില്ല. നമുക്കറിയാവുന്ന കറണ്ട് എന്ന് വെച്ചാൽ ഡ്രെയിൻ കറണ്ടാണ്. ഡ്രെയിൻ കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നതാണ്? ഡ്രെയിൻ റെസിസ്റ്റൻസിനും എക്സ്റ്റേണലി കണക്ട് ചെയ്ത സോഴ്സ് റെസിസ്റ്റൻസിനും പിന്നെ ലോഡ് റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 റെസിസ്റ്റൻസിൻ്റെയും എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഐ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് വി ഔട്ട് ഈസ് ഈക്വൽ ഐ ഡി ഇൻറ്റു സ്മോൾ ആർ ഡി പാരലൽ ടു ആർ എസ് പാരലൽ ടു ആർ എൽ ആണ് അല്ലെ? ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി എം ഇൻറ്റു വി ജി എസ് ആണ്. ദെർഫോർ വി ഔട്ട് ഈസ് ഈക്വൽ ജി എം ഇൻറ്റു വി ജി എസ് ഇൻറ്റു ആർ ഡി പാരലൽ ടു ആർ എസ് പാരലൽ ടു ആർ എൽ ആണ്. ഓൾസോ അതേപോലെ തന്നെ വി ഇൻ ഈസ് ഈക്വൽ നമുക്ക് വി ജി എസ് പ്ലസ് വി ഔട്ട് ആണ്. വി ഔട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻ ഈസ് ഈക്വൽ വി ജി എസ് പ്ലസ് വി ജി എസ് ഇൻറ്റു ജി എം ഇൻറ്റു ആർ ഡി പാരലൽ ടു ആർ എസ് പാരലൽ ടു ആർ എൽ അല്ലേ? ദെർഫോർ വോൾട്ടേജ് ഗെയിൻ എങ്ങനെ പിടിക്കും? വി ഔട്ട് ബൈ വി ഇൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജി എം ഇൻറ്റു ആർ ഡി പാരലൽ ടു ആർ എസ് പാരലൽ ടു ആർ എൽ ഡിവൈഡഡ് ബൈ 1 + GM ഇൻറ്റു ആർ ഡി പാരലൽ ടു ആർ എസ് പാരലൽ ടു ആർ എൽ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡ്രെയിൻ റെസിസ്റ്റൻസ് ഓഫ് ദി ജെഫെറ്റ് എന്ന് വെച്ചാൽ വെരി ഹൈ ആണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷനകത്ത് നമുക്ക് സ്മോൾ ആർ ഡി നിഗ്ലക്ട് ചെയ്യാം. ദെർഫോർ വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ എന്ത് കിട്ടും? ജി എം ഇൻറ്റു ആർ എസ് പാരലൽ ടു ആർ എൽ ഡിവൈഡഡ് ബൈ 1 + GM ഇൻറ്റു ആർ എസ് പാരലൽ ടു ആർ എൽ എന്ന് കിട്ടും അല്ലേ? അതാണ് വോൾട്ടേജ് ഗെയിൻ ഓഫ് കോമൺ ഡ്രെയിൻ ജെഫെറ്റ് ആംപ്ലിഫയർ. ഇപ്പോൾ കോമൺ ഡ്രെയിൻ ജെഫെറ്റ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ആയി ഔട്ട്പുട്ട് ഇംപിഡൻസ് ആയി വോൾട്ടേജ് ഗെയിൻ. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ R1 പാരലൽ ടു R2, ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ RS പാരലൽ ടു 1/GM ആൻഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് GM ഇൻറ്റു RS പാരലൽ ടു RL ഡിവൈഡഡ് ബൈ 1 + GM ഇൻറ്റു RS പാരലൽ ടു RL എന്ന് കിട്ടും. ഓക്കെ.